പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSCയുടെ സൈഡിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ UPSCയുടെ സൈഡിൽ നിന്നും വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കാവുന്നവർക്കുള്ളത് ഇവിടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടീസ് കാണിക്കുന്നുണ്ട്. ഏകദേശം 43 വേക്കൻസികളിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. SC കാൻഡിഡേറ്റിന് 4 വേക്കൻസികൾ, ST കാൻഡിഡേറ്റിന് 1 വേക്കൻസി, OBC 8 വേക്കൻസി, EWS 4 വേക്കൻസി, അൺറിസർവ്ഡ് 26 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ 43 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ബ്ലൈൻഡ്, അതുപോലെ തന്നെ ലോ വിഷൻ, അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ളവർക്ക്, ബോഡി ഡിസബിലിറ്റി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിയും. അടുത്തതായിട്ട് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഡിഗ്രി, അതായത് നമ്മൾ ലോയിലുള്ള ഡിഗ്രി വേണം, ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ 7 വർഷത്തെ പ്രാക്ടീസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 18/3/2021 മാർച്ച് 18 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട വിധവും ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു മനസ്സിലാക്കുക. വീഡിയോ മറക്കാതെ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കാം. അടുത്തതായിട്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മാർക്സിന്റെ ഡീറ്റെയിൽസ് ആണ്. UR EWS കാൻഡിഡേറ്റ്സ്, അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും 50 മാർക്കാണ് മിനിമം പറഞ്ഞിട്ടുള്ളത്. OBCക്ക് 45 മാർക്കും, SC ST PWBD 40 മാർക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് 100 മാർക്സിൽ മിനിമം വേണ്ടുന്ന മാർക്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ ഫീയുടെ ഡീറ്റെയിൽസ് ആണ്. 25 രൂപയാണ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. SPA ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ SC ST PWBD വുമൻ കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോ ഫീ ആണ്. ഓക്കെ, അടുത്തതായിട്ട് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UPSConline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കും അതുപോലെ തന്നെ ഈ PDF-ന്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു PDF ഓപ്പൺ ചെയ്ത് വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമായിട്ട് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.